നമസ്കാരം. അല്ലെങ്കിൽ തന്നെ കേരളത്തിനോട് കേന്ദ്രത്തിന് ചിറ്റമ്മയുടെ രണ്ടാം കെട്ടി പിറന്ന കുഞ്ഞിനോട് പോലും ഇല്ലാത്ത ദേഷ്യമാണ്. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ക്രൂരതയല്ലേ? വയനാടിന് വേണ്ടി കേരളം കേന്ദ്രത്തോട് അപേക്ഷിക്കാത്ത നേരമില്ല. അതിനിടയ്ക്ക് വാർത്തകൾ കൂടി വസ്തുതയ്ക്ക് നിരക്കാത്തതായാലോ? ഇതിപ്പോ മനോരമയോട് മത്സരിക്കുന്നത് പോലെയാണ് ജന്മഭൂമിയും വാർത്ത കൊടുക്കുന്നത്. വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് വീട് സ്പോൺസർ ചെയ്യാൻ ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ സമാഹരിച്ച തുകയുടെ പേരിലാണ് ജന്മഭൂമി പച്ചക്കള്ളം വാർത്തയുടെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് ജന്മഭൂമി വ്യാജ വാർത്ത കൊടുത്തത്. വാർത്ത പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 14,62,327 രൂപയാണ് റെയിൽവേ ജീവനക്കാരിൽ നിന്നും DREO സമാഹരിച്ച് FDI നിക്ഷേപിച്ചിട്ടുള്ളത്. വീട് സ്പോൺസർ ചെയ്യാനുള്ള തീരുമാനം അറിയിച്ച് ശ്രീമതി ഗീത IAS ലാൻഡ് റവന്യൂ കമ്മീഷണർ ആൻഡ് ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പുനരധിവാസ പദ്ധതിയുടെ തീരുമാനവും വീടിന് ചെലവാകുന്ന സംഖ്യയും യഥാസമയം അറിയിക്കാമെന്നാണ് സർക്കാർ നൽകിയ വിവരം. പുനരധിവാസ പദ്ധതി പ്രകാരം എത്ര കൂടുതലായാലും ഒരു വീടിനുള്ള പണം നൽകുമെന്നാണ് DREO അറിയിച്ചിട്ടുള്ളത്. പിരിഞ്ഞു കിട്ടിയ തുകയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റു വിവരങ്ങളും റെയിൽവേ ജീവനക്കാർക്കിടയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. റെയിൽവേ ജീവനക്കാരുടെ ട്രേഡ് യൂണിയൻ ഹിതപരിശോധനയുടെ തലേ ദിവസം തന്നെ ഇത്തരം ഒരു വ്യാജ വാർത്ത നൽകിയത് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും റെയിൽവേ ജീവനക്കാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് DREO ഈ ഹിതപരിശോധനയിൽ പ്രതീക്ഷിക്കുന്ന തിളക്കമാർന്ന വിജയത്തിന് മങ്ങലേൽപ്പിക്കാനും ഇടയാക്കും. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്ത നൽകിയ ജന്മഭൂമി പത്രം ഈ വാർത്ത പിൻവലിക്കാനും തിരുത്തു നൽകാനും തയ്യാറാകണമെന്നാണ് DREO ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അതിൽ വസ്തുതയുണ്ടോ എന്ന് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കാരണം അവർക്ക് കൈത്താങ്ങാകാൻ ആകെയുള്ളത് നമ്മൾ കേരളക്കാർ മാത്രമല്ലേ? അത് മാത്രം ഓർത്താൽ മതിയാകും.